ഇല്ല ഇല്ല, ഞാൻ ഒരാളെന്നും രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അല്ല, ഞാനും അവനായിട്ടുള്ള ഒരു റിലേഷൻ്റെ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കാശ് വാങ്ങിച്ച ആളാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. അങ്ങനെ ഇതിന് മുമ്പാണല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ എനിക്കിങ്ങനെ ഓഫർ വന്നിട്ടുണ്ടെന്നുള്ളതാണല്ലോ, അതൊരു വില പേശലല്ലേ നിങ്ങൾ നടക്കുകയും ചെയ്തു. ഞാൻ അവരടുത്ത് വില പേശിയിട്ട് ഞാൻ അവരടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കല്ലേ അറിയാം? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരെങ്കിലും വന്നിട്ട് ഇനിയിപ്പോൾ LDFന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുക, ആരും കണ്ടിട്ടില്ല. ഒറ്റ കാര്യം ചോദിച്ചോളൂ, UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് LDF വോട്ട് ചെയ്യാൻ പ്രേരണ ഉണ്ടായത്? ഒരു പ്രേരണയുടെ പുറത്തും ചെയ്തതല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, ചെറുപ്പം മുതലേ രാഷ്ട്രീയ ഏറ്റവും കൂടുതൽ CPM എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ CPM എതിർക്കുന്ന ആള് ഞാനാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്ക് ആണ്, അതിന്റെ അപ്പുറം സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റിന് അതിനെന്താ സംഭവിച്ചു വെച്ചാൽ രാവിലെ മുതൽ തന്നെ എൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവും എന്റെ കോലം കത്തിക്കലും അതൊക്കെ ബാബു എന്നെ പലതവണ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. കാരണം ആള് വിളിച്ച് വോയിസ് അയക്കിയത് എനിക്ക് ചെയ്തത്, ഞാൻ തിരിച്ച ആൾക്കും അതേപോലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കറിയാം, എന്റെ പ്രസ്ഥാനം ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. തലേ ദിവസം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന താങ്കൾ പറഞ്ഞു, അങ്ങനത്തെ പിറ്റേ ദിവസം ഒരു മിസ്സിംഗ് വന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അവിശ്വാസ്യത ട്വിസ്റ്റ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഒരിക്കലും അതിലേക്കാണ് വരുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും തമാശ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു ടെസ്റ്റിലേക്ക് പോകാനോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ LDF സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. കാരണം KV നഫീസ എന്ന് പറയുന്ന ആള് അവരായിട്ട് ഞാനും മാനസികമായിട്ട് വലിയ സുഖത്തിലല്ല. പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പാണ്, അതായത് അത്രയ്ക്ക് നിർണായകമാണ്. ഒരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അത്രയ്ക്കും സൂക്ഷിച്ചായിരിക്കും വോട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും വർഷമായുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, അപ്പോൾ ഇത് നോക്കി ചെയ്യാൻ പോലും അറിയാത്ത ആളാണോ താങ്കൾ? അത് പറഞ്ഞല്ലോ, മനുഷ്യനാണ്, എൻ്റെ അടുത്ത് തെറ്റുപറ്റി. ഒരു ഘടകമില്ല. എന്നെ ആരും എന്നെ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാഗ്ദാനത്തിലോ ഞാൻ പറയുന്നു ഒരു രൂപ പോലും ഞാൻ ഒരാളെ മേടിച്ചിട്ടില്ല. അധ്യാപകനാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ല, ഞാനിപ്പോ ഭവൻസിലില്ല കേട്ടോ. അതായത് നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഒരു വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യം അതാ പറഞ്ഞത്. വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏത് അന്വേഷണത്തോടും ഇനിയിപ്പോ നുണപരിശോധനയ്ക്ക് വേണ്ടി അതാ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ കയ്യിൽ ഒരു തരത്തിലും എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഒരാളുടെ അടുത്തുനിന്നും ഒരു രൂപ വാങ്ങിക്കുക അതല്ലെങ്കിൽ അവരൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ് ബാബു എന്നെ അതിന് ശേഷമാണ് വിളിച്ചിട്ടുള്ളൂ. അതിന്റെ മുന്നേ നിങ്ങൾക്ക് കോൾ ഹിസ്റ്ററി എടുക്കാലോ, എവിടെ വേണമെങ്കിലും പോവാലോ. LDF ഭാഗത്തുനിന്ന് ആരാണോ എന്നെ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ ഇന്നൊന്നും തെളിയിക്കപ്പെടാൻ പറ്റാത്ത കാലമല്ലല്ലോ. നിങ്ങൾക്ക് ഏത് ഹിസ്റ്ററി എൻ്റെ ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം. നിങ്ങൾ എവിടെ നിന്നാണ് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്റെ പേഴ്സണലായിട്ട് എന്തോ സംഭവിച്ചു പോയി, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരിക്കലും നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു വന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ UDF വോട്ട് ചെയ്യേണ്ടത്. അത് മാറാൻ മാത്രം എന്ത് മാനസിക സമ്മർദ്ദമാണ് ആ സമയത്ത് ഉണ്ടായത്? അങ്ങനെ മാനസിക സമ്മർദ്ദത്തിന്റെ എന്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോയത്. ഞാൻ രാജിവെച്ചല്ലോ, പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ മാപ്പ് പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്ക്. ഇല്ലല്ല, ഒരിക്കലും ഞാൻ ഒരു ജനത്തിനെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രലോഭനം ഇല്ലില്ല ഇപ്പോഴും ഞാൻ LDF അല്ല. ഞാനിപ്പോൾ പാർട്ടി തന്നെ പുറത്താക്കി. ഞാനും ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പോഴും. ഞാൻ ഇനിയും പൊതുപ്രവർത്തകനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ഒളിച്ചു കൊടുക്കും. പാർട്ടി ഇല്ല ഇപ്പോൾ. ഞാൻ UDF എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ UDF കാരനാണ്. എന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. എത്രത്തോളം ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ കാരണം എന്താ, അങ്ങനെ പറ്റാൻ കാരണം എന്ന് പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട്
ഞാൻ ഒരിക്കലും LDF സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഓക്കെ അങ്ങനെയാണ് ആ മിസ്റ്റേക്ക് തിരുത്താൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആ സമയത്താണ് എനിക്കെതിരെ അവിടെ മറ്റേ എന്റെ വീട്ടിലേക്ക് മാർച്ച് നടക്കുന്നു, എന്റെ കോലം കത്തിക്കുന്നു. ഞാൻ ഒരിക്കലില്ല. അതെന്ത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാനത് പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ഒരിക്കലും LDF വോട്ട് ചെയ്യാത്ത ആളാണ്. ഇനിയിപ്പോ എന്ത് പ്രലോഭനങ്ങളും ഞാൻ LDF കൂടെ നിൽക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, LDF വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും മനഃപൂർവ്വം വോട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാം. എന്താണ് സംഭവിച്ചത് സത്യത്തിൽ? എന്താണ് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പല വികാരങ്ങൾ കയറി വരും. അതിൽ ഏത് വികാരമായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയി? ഒരു വികാരത്തിന്റെ പുറത്ത് വോട്ട് ചെയ്തല്ലേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മക്കാമുണ്ട്, അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പാനെ അടക്കം വിളിച്ചിട്ടാ പോയി. എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അത് ഇതിന് ശേഷമാണ് അത് വിളിച്ചു. ഞാൻ ആരുടെയും കോൾ എടുത്തിട്ടില്ല. മുസ്തഫയോട് നാളെ ഒരു ടിസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ കാത്തിരുന്ന് കാണാൻ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജസ്റ്റ് ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്. അതിന്റെ മുന്നേ ഞാൻ മുസ്തഫയോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതിന് മുന്നേ മുസ്തഫയോട് സംസാരിച്ചിട്ടില്ല. ഇതിന് മുന്നേ ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ആരുടെങ്കിലും ഒരു രൂപ വാങ്ങിച്ചു അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരാളുടെ കയ്യിലും ഒരു രൂപ ഇതിന്റെ പേരിൽ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, ഭയങ്കര പ്രതിഷേധം നടക്കുന്നു. എനിക്ക് ഭീഷണി അടക്കമുണ്ട്, ഒരുപാട് ഭീഷണികളുണ്ട്. ഓരോരുത്തർ വിളിച്ചിട്ട് എനിക്ക് എന്നെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിത് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല. ഇതിനകത്തുള്ളൊരു വിഷയം, ജാഫർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുക. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പല ആളുകൾ. ഇത് ജാഫർ തലേദിവസം ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരുപാട് ജാഫറിന്റെ ഭാഗത്തുനിന്ന് കമന്റുകൾ വന്നു. അതാണ് ജാഫറിന്റെ സംശയത്തിന് മുകളിൽ. തീർച്ചയായും അത് എനിക്കും, ഞാനാണെങ്കിലും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എൻ്റെ നാട്ടിലടക്കം ജാഫറാണ് ഇപ്പോൾ തുറപ്പിച്ചിട്ട് എന്നുള്ള രീതിയിൽ അവിടെയൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ LDF ഭാഗത്തുനിന്ന് ഒരാൾ പോലും എന്നെ ഇന്നവരെ സംസാരിക്കാനോ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് വസ്തു. ആര് വിളിച്ചു? അത് ഇതിന് ബാബു, അത് ഇതിന് മുമ്പ് വിളിച്ചിട്ടില്ല. കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അത് ആകെ സേവുള്ള ബാബുവിൻ്റെ പ്രസിഡന്റ്, അത് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആൾ വിളിച്ചു, ഞാൻ കോൾ എടുത്തിട്ടില്ല. ആളെ എനിക്ക് വോയിസ് അയക്കിയത്, ജാഫറെ എന്താണ് പ്രശ്നം, അല്ല എന്തോ അവർ പ്രതിഷേധ പ്രകടനം നടത്തി. ഞാൻ അതാ പറഞ്ഞു, ഞാനത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിലാണ് എനിക്കത് വായിക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ബൈ മിസ്റ്റേക്കിൽ പറ്റിയതാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു രീതിയിലും ഒരു പറയുന്നുണ്ട്. നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ വരണം, ഈ ഷാനവാസിനെ പോലുള്ള ആളുകളല്ല വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുമോ? അതാ പറയണേ, മനുഷ്യനാണല്ലോ ഞാനും. കാരണം ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഒരിക്കലും ഒരു തരത്തിലും ഞാൻ LDF സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം എൻ്റെ ചെറുപ്പം, ഞാനിപ്പോഴും ഞാൻ LDF എതിർക്കാനാണ്. അല്ല, രാഷ്ട്രീയത്തിലേക്ക് ഇനി, കാരണം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ മോശക്കാരനെ. കാരണം ഒരു പ്രധാന വിഷയം എന്താ പറയുക, താങ്കൾ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു. ലീഡ് ചെയ്ത വാർഡുകളിൽ പോലും താങ്കൾ ലീഡ് ചെയ്തു എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്. അത്തരം ഒരാള് ജനങ്ങളോട് വഞ്ചന നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അതിൻ്റെ പുറത്ത് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ മാപ്പ് പറയുകയും ചെയ്തു, രാജിവെക്കുകയും ചെയ്തു. കാരണം ഞാൻ ആ ഒരു പോസ്റ്റിലിരിക്കാൻ യോഗ്യനല്ല. കാരണം എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ്. തീർച്ചയായും എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. അത് ഞാൻ രണ്ട് സ്ഥാനാർത്ഥികളാണ്. അതിൽ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത് നിങ്ങളുടെ മുന്നണിയുടെ ഒരു തീരുമാനമാണ്. തീർച്ചയായും ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് വോട്ടിൽ ഒരെണ്ണത്തിലേക്ക് ചെയ്യാനായിട്ട് ഇത് ചെയ്യേണ്ടത് ക്രോസ് ചെയ്യലാണ്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. അതാ പറയണേ. ജാഫർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പൊതുമഹമ്മദ് മനസ്സിലായി, തെറ്റ് പറ്റാം. പക്ഷെ ജാഫർ രണ്ടുപേരും മാത്രമേ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും കെവി നഫീസൊക്കെ ഞാൻ വോട്ട് ചെയ്യില്ല, LDF വോട്ട് ചെയ്യില്ല. അതിപ്പോ ഞാൻ ഒന്നാമത് നഫീസ്, രണ്ടാമത് ഷാനവാസ്. അതാ പറയണത്. ഞാൻ മനഃപൂർവ്വം
പേര് നോക്കിയിട്ട് ഞാൻ ടിക്ക് ചെയ്തു, എന്താണ് സംഭവിച്ചെന്ന് അവിടെ പോയിട്ട് ക്ലോസ് ചെയ്തു. പക്ഷെ ആരെല്ലാം വോട്ട് ചെയ്തെന്ന് പോലും എനിക്ക് അറിയില്ല. അതാ പറയണത്, ഒരു തരത്തിലുള്ള പ്രലോഭനത്തിൽ വീണിട്ടല്ല ഞാൻ വോട്ട് ചെയ്തത്. എന്റെ അടുത്ത് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്നത് പൊതുസമൂഹം വിശ്വസിക്കുമെന്ന് താങ്കൾ ഇല്ല, തീർച്ചയായും അത് വിശ്വസിക്കില്ല. കാരണം അതിന് തെളിഞ്ഞു വരണം. അതിനാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഞാൻ നുണപരിശോധനയ്ക്ക് വരെ തയ്യാറാണ്. ഇനി ഏത് വിധത്തിലുള്ള നുണപരിശോധനയേക്കാൾ അപ്പുറത്ത് ഒരു ജനപ്രതിനിധി, ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്തു, എന്നിട്ട് നിങ്ങൾ പറയുന്നു വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ അറിയാണ്ട് പറ്റിപ്പോയി എന്നാ പറയുന്നത്. അത് എങ്ങനെയാ വിശ്വസിക്കുക? അതാ പറയണേ, എന്റെ അടുത്ത് തെറ്റ് പറ്റി എന്നുള്ളത് ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ. അല്ല ഞാനതും അല്ലല്ല ഞാൻ പറയട്ടെ, ജാഫർ പറഞ്ഞതിനെ പൊളിയാണ്. കാരണം ഒന്നാം നമ്പർ ആയിരുന്നു നഫീസയുടെ ബാലറ്റ് കിടന്ന പേര്. അതുവരെ വ്യക്തമായിട്ട് ജാഫറിന് അറിയാം. ഞാൻ പറയണത് അതാണ്. കാരണം ഞാൻ മനഃപൂർവ്വം നഫീസൊക്കെ വോട്ട് ചെയ്യില്ല. അത് LDF-നും വോട്ട് ചെയ്യാത്ത ഒരാളാണ്. കാരണം ഒരു പ്രലോഭനം അല്ലല്ലല്ലല്ല, അത് നിങ്ങളത് വളച്ചൊടിക്കാൻ ശ്രമിക്കല്ലേ. കാരണം ഓൾറെഡി ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത്രയും വഷളായിട്ട് നിൽക്കുന്നത്. ഇനി നിങ്ങൾ അത് വളച്ചു അല്ലല്ലല്ല, അത് ഞാൻ പറയുന്നത്. പൊതുരംഗത്തുള്ളവര് ഫണ്ണി ടോക്കായിട്ട് സംസാരിക്കാൻ പാടുണ്ടോ? MLA മാർക്കൊക്കെ ഇതിൽ പങ്കിടുന്നതാണ് ആരോപണം. ഇല്ലില്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, പൈസ കൊടുക്കുന്നതിൽ വളക്കാഞ്ചേരി MLA മുൻകൈ എടുത്തിട്ടുണ്ടെന്നാണ് അനിലക്കൻ ആരോപിക്കുന്നത്. അവരുടെ ഇത് ആരോപണം മാത്രമല്ല സുഹൃത്തെ, പോയത് കാര്യങ്ങൾ അതാ ഞാൻ പറയാം. നിങ്ങള്